ജയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ശവക്കല്ലറയിൽ ജീവനോടെ ജീവിക്കുന്നത് പോലെയാ. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കേൾക്കാൻ അറിയാം, പക്ഷെ നമ്മളെ ആർക്കും ആക്സസ് ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളില്ലാണ്ട് കാലം പോകും, ആളുകൾ ജീവിക്കും. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടെ നമ്മൾ മുന്നോട്ട് പോകും. തടവ് ജീവിതം എന്ന് പറഞ്ഞ ഒരു തരത്തിൽ നമ്മുടെ ഈ ആശയവിനിമയം റദ്ദ് ചെയ്യലാണ്. അത് ജയിലിനകത്തായിരിക്കുമ്പോൾ പുറത്ത് വന്നതിന് ശേഷം അതിൽ മാറ്റം ഉണ്ടായോ? സബ്ജക്റ്റീവായിട്ട് നമ്മുടെ ഒരു ഇടം എവിടെയാണ്. ഒരു ഉദാഹരണം പറയാം. എനിക്കോട് ആമി താച്ചു 2 മക്കള് 7 വയസ്സും 11 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളെ കാണാണ്ടാവുന്നത്. അപ്പം അവര് ഞങ്ങളില്ലാണ്ട് വളരണത്, അവരുടെ ഒരു ജീവിതം ജീവിക്കുന്നത്. പിന്നെ നമ്മളൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ ഒരു ജീവിതത്തിൽ നമ്മളെങ്ങനെ ഇടപെടുക, നമ്മളെങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമ്മൾ ജീവിച്ച വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ രാഷ്ട്രീയ ദിശയോ ഒക്കെ അവരെ പൊളിറ്റിക്കലായിട്ടും പാരന്റ്ഹുഡ് കട്ട് ഓഫ് ആയി പോകുന്നു, അങ്ങനെ തോന്നുന്നു. പാരന്റ്ഹുഡ് അല്ല അതിൻ്റെ ഒരു പ്രശ്നം. പാരന്റ്ഹുഡ് പല രീതിയിലും കട്ട് ഓഫ് ആയി, ഒരു പ്രൊഫഷണലിൽ വേണമെങ്കിൽ കട്ട് ഓഫ് ആയി പോകും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ലിവിയൻ എന്ന് പറയില്ല, വിസ്മരിക്കപ്പെടൽ. അപ്പൊ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഒബ്ലിവിയൻ, വിസ്മരിക്കപ്പെടാതിരിക്കൽ എന്നുള്ളൊരു ഭയങ്കര സംഗതിയാണ്. തൂക്കുമരത്തിന് പോലും 2 വാതിലുണ്ട്. നമ്മൾ തൂക്കിക്കൊല്ലാൻ പോയ ഒരിടമല്ലാണ്ട് ശവശരീരം കൊണ്ടുപോകാനുള്ള വേറൊരു വാതിലുണ്ട്. ജയിൽ പക്ഷെ അതല്ല. നമ്മൾ പോയ വഴിയിൽ കൂടെ തന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പോയ വഴിയിൽ കൂടെ തിരിച്ചു വരണമെങ്കിൽ നമുക്കൊരു കടലാസ് വേണം, നമ്മൾ തിരിച്ചയക്കപ്പെടുന്നു എന്ന് പറയണേ. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് നീളുമ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് നമ്മൾ കോൺഷ്യസിലുള്ളത്, ബീയിങ് എന്നുള്ള സ്വത്വം എന്നുള്ള അർത്ഥത്തിൽ നമ്മളില്ലല്ലോ. അപ്പോൾ നമ്മളില്ലാണ്ട് ലോകം മുന്നോട്ട് പോകും. അപ്പോൾ അത് വിസിബിളി ഐ ക്യാൻ സി, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്. ഇപ്പോൾ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ സർവൈലൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതും ഇതിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവൈലൻസ് ഇല്ലാത്ത ഒരു നിത്യജീവിതം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ പുറത്തു വന്നിട്ടാണ് ഈ മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കണം. ആദ്യമായിട്ട് ഫോണൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഉടൻ തന്നെ പിന്നെ അതിൽ വരുന്ന അതിൻ്റെ അൽഗോരിതം വഴി അത് വരുന്ന മുഴുവൻ കാര്യങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം നമ്മൾ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബന്ധാമിൻ്റെ പാനോപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്നാണ് സർവൈലൻസിന്റെ ബേസിസ് എന്ന് പറഞ്ഞ നമ്മൾ ഒരു സ്ട്രക്ചർ, അതിൻ്റെ നടുവിലൊരു ഗോപുരം. ജയിലൊക്കെ പണിതിട്ടുള്ളത് അങ്ങനെയാണ്, സ്കൂളുകൾ പോലും അങ്ങനെയാണ്, ഈവൻ മെന്റൽ ഹോസ്പിറ്റലുകൾ പോലും അങ്ങനെ. ഫൂക്കോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് സർവൈലൻസ്. CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ പഴയ പാനോപ്റ്റിക്കിന്റെ ടെക്നോളജിക്കൽ രൂപമാണ്. പെഗാസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടെക്നോളജിക്കൽ രൂപമാണ്. ഫോണിലാവുമ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും അഭിമുഖീകരിക്കുന്ന സർവൈലൻസിനെ കൂടാണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ പോകുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു. ഞാനൊരു ഒരു കഥ പറഞ്ഞത്, ഞാനും ഷൈനി ഒരു ദിവസം കോയമ്പത്തൂർ ക്യൂ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ഉപ്പിടാൻ പോയിട്ട്, എനിക്ക് മാത്രം ഉപ്പിടാൻ പറ്റും, ഷൈന എനിക്ക് കൂട്ടു വന്നതാണ്. അവർ പഴയ സ്കൂട്ടറിന് പോവായിരുന്നു. ഈ സ്കൂട്ടറിൽ എൻ്റെ മറ്റേ ഫ്യൂവൽ മീറ്റർ കേടായിരിക്കുന്നതുകൊണ്ട് നമുക്കന്ന് ഫ്യൂവൽ ഫുള്ളാണ് കാണിച്ചത്. പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് വഴിയിൽ വെച്ച് പെട്രോൾ തീർന്നു. അതൊരു ഫ്ലൈ ഓവറിൻ്റെ മേലെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഷൈന ഉള്ളതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു. എങ്ങനെയാ പിന്നെ ഷൈനേനെ ഒരു പ്രശ്നം അറിയിക്കാണ്ട് കൊണ്ടുപോകാന്ന്. അങ്ങനെ കാലുകൊണ്ടൊക്കെ കുത്തി അതിൽ, കാരണം ഈ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് നീങ്ങണമെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു ഫ്രീ ആയി നീങ്ങാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ചത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കുറച്ച് പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ സർവൈലൻസ് നടത്തുന്ന ഒരു ക്യൂ ബ്രാഞ്ച് പോലീസുകാരൻ വണ്ടി തല്ലി തരിക. അപ്പം അങ്ങനെ പല ഇൻസിഡൻറ്റും ഉണ്ടാവാറുണ്ട്. നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയിട്ട് വരുമ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പാവം അദ്ദേഹം വെയിലത്ത് നിൽക്കുന്നു അതേ സ്ഥലത്ത്.